ഇന്ന് നമുക്ക് മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും നയൻതാരയുമൊക്കെ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന പേട്രിയറ്റ് എന്ന മലയാള സിനിമയുടെ കഥയൊന്ന് ചുരുക്കത്തിൽ നോക്കിയാലോ. ഇന്നത്തെ വീഡിയോയില് കറക്റ്റ് സീനൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കഥ അറിഞ്ഞാൽ മതി എന്നുള്ളവർ കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യാൻ മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ കേരള മിനിസ്റ്റർ ഫോർമർ സെൻട്രൽ മിനിസ്റ്റർ ആയിട്ടുള്ള നളിനിയെ കാണുകയാണ്. നളിനി മിനിസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട്, ഇലക്ഷൻ ആയതിനാൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയി ലാപ്ടോപ്പ് കൊടുക്കുന്നു എന്ന് കേട്ടു. പക്ഷേ ആ ഒരു ലാപ്ടോപ്പിൽ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രം ലാപ്ടോപ്പ് കൊടുക്കണമെന്നും നളിനി പറയുന്നു. അതിനെല്ലാം മിനിസ്റ്റർ ഓക്കെ പറയും. എന്നാൽ മിനിസ്റ്റർ ആണെങ്കിലോ ഇലക്ഷന് ജയിക്കാനായിട്ട് ആ ലാപ്ടോപ്പ് അങ്ങ് വിതരണം ചെയ്യുന്നു. ഈ ഒരു വിവരം നളിനി അറിയുകയാണ്. ആ ഒരു ലാപ്ടോപ്പ് കുട്ടികളുടെ കയ്യിൽ എത്തിപ്പെട്ടാൽ വലിയ പ്രശ്നമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ നളിനി ഒരു സ്പൈ ഏജന്റിനെ ഏർപ്പാടാക്കി. അദ്ദേഹത്തിന്റെ പേര് ഡാനിയൽ എന്നാണ്. ആ ഒരു കഥാപാത്രമായി എത്തുന്നത് മമ്മൂട്ടിയും. ഡാനിയലിനോട് കാര്യമെല്ലാം നളിനി അവതരിപ്പിക്കുന്നു. ലാപ്ടോപ്പ് കൊടുക്കുന്നതിന് പിന്നിൽ വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുണ്ട്. അവരാണെങ്കിലോ പാവപ്പെട്ട കുട്ടികളെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിന് പിന്നിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കണം. അതിന് പിന്നിലുള്ളതെല്ലാം കണ്ടെത്തണം. ജനങ്ങളെ എല്ലാം അറിയിക്കണം. ആരാണെന്നുള്ളത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നളിനി പറയുന്നു. ഡാനിയലിനോടത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞതും നളിനി മരണപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ ഡാനിയലിന് ആ മരണം കൊലപാതകമാണോ എന്ന സംശയമുണ്ടാകുന്നു. അങ്ങനെ ഡാനിയൽ കളത്തിൽ ഇറങ്ങുകയാണ്. ഗവൺമെന്റ് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് എല്ലാം ഏർപ്പാടാക്കിയത് വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്നാണ്. ആ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ പേര് ശക്തി സൊല്യൂഷൻസ് എന്ന. ശക്തി സൊല്യൂഷന്റെ ഹെഡാണ് ശക്തി. ആ ഒരു കഥാപാത്രത്തിലെത്തുന്നത് ഫഹദ് ഫാസിലാണ്. ഡാനിയൽ ആ ഒരു കോർപ്പറേറ്റ് കമ്പനിയെ കുറിച്ച് അന്വേഷിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുകയാണ്. അപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നത്. സത്യത്തിൽ ഈ ശക്തി കോർപ്പറേറ്റ് കമ്പനി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എയർഫോഴ്സിൽ വർക്ക് ചെയ്തിരുന്നു. ഫൈറ്റർ പൈലറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. എന്നാൽ ഒരിക്കൽ ഫൈറ്റർ പൈലറ്റായിട്ട് തന്റെ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ആ ഒരു ഫ്ലൈറ്റിന് ചെറിയ ക്രാഷ് ഉണ്ടാകുന്നു. എപ്പോൾ വേണമെങ്കിലും താൻ മരണപ്പെടാമെന്നുള്ള കാര്യം ശക്തിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ അതേ സമയത്ത് അവിടേക്ക് തന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എത്തുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥൻ മറ്റാരുമല്ല, ഡാനിയൽ തന്നെയായിരുന്നു. ഇവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അങ്ങനെ ഡാനിയലാണ് ശക്തിക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തത്. പതിയെ പതിയെ ശക്തി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഫ്ലൈറ്റ് താഴേക്ക് ഇറക്കുന്നു. അതിന് സഹായിച്ചത് ഡാനിയലായിരുന്നു. അതോടുകൂടി ശക്തിക്കൊരു കാര്യം മനസ്സിലായി. ഇനി ഇതുപോലെ തന്റെ ജീവൻ പണയം വെച്ച് ഒരു കാര്യങ്ങളും ചെയ്യരുത്. തനിക്ക് ഇങ്ങനെയുള്ള ജോലി നാടിനെ രക്ഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ശക്തി അതോടെയാണ് എയർഫോഴ്സിൽ നിന്നും ജോലി രാജിവെച്ചതും. അങ്ങനെയാണ് ശക്തി സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ കമ്പനി ആരംഭിച്ചതും ഗവൺമെന്റിനൊപ്പം നിന്ന് പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ലാപ്ടോപ്പ് കൊടുക്കുവാനായി ഒരുങ്ങുന്നതും. പക്ഷേ ലാപ്ടോപ്പ് കൊടുക്കുന്നതിന് പിന്നിൽ മറ്റൊരു ദുരൂഹതയുണ്ട്. അതിൽ ആരും അറിയാതെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും അവരുടെ സീക്രട്ട് എല്ലാം അറിയാൻ കഴിയും. അതെല്ലാം ശേഖരിക്കുക, ഇത് മാത്രമായിരുന്നു ശക്തിയുടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ലക്ഷ്യം. അതിന് കൂട്ടുനിൽക്കുന്നത് മിനിസ്റ്ററും. ഈ മിനിസ്റ്റർ മറ്റാരുമല്ല, ശക്തിയുടെ അച്ഛൻ തന്നെയാണ്. അച്ഛനും മകനും ചേർന്നാണ് സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ ഒരു പരിപാടി ഇപ്പോൾ നടത്തുന്നതും. അങ്ങനെ ഡാനിയൽ ആ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയെ കുറിച്ച് കണ്ടെത്തി. പക്ഷേ അവർക്കെതിരായിട്ടുള്ള കൃത്യമായ എവിഡൻസ് ഒന്നും കളക്ട് ചെയ്യുവാനായിട്ട് ഡാനിയലിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു ഏക പ്രശ്നം. മറ്റൊരു വശത്ത് അതേ സോഫ്റ്റ്വെയർ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന മൈക്കിളിനെയും ഭാര്യയെ ദർശനയും കാണിക്കുന്നു. മൈക്കിള് മുൻപ് ഇതുപോലെ തന്നെ ഈ ശക്തിയോടൊപ്പം വർക്ക് ചെയ്തിരുന്നതാണ്. എന്നാൽ ആ ഒരു ജോലിയെല്ലാം രാജിവെച്ച് ശക്തിയുടെ കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. പക്ഷേ മൈക്കിളിന്റെ വൈഫായിട്ടുള്ള ദർശനാണെങ്കിലോ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ലാപ്ടോപ്പിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നും ആ ഒരു ആപ്ലിക്കേഷൻ വഴി പാവങ്ങളുടെ സീക്രട്ട് എല്ലാം, അതായത് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒപ്പിയെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള കാര്യമെല്ലാം ദർശന കണ്ടെത്തിയിരുന്നു. ഈ ഒരു കാര്യം മൈക്കിളിനോട് ആദ്യം അവതരിപ്പിക്കുമെങ്കിലും മൈക്കിൾ അത് മൈൻഡ് ചെയ്യത്തേയില്ല. എന്നാൽ ദർശന തെളിവുകളോടുകൂടി വരുന്ന സമയത്താണ് മൈക്കിൾ തന്നെ അത് വിശ്വസിക്കുന്നത്. അങ്ങനെ ദർശനയാണെങ്കിലോ ഇതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കണമെന്നും തെളിവുകളോടുകൂടി ഇവരെയൊക്കെ പൂട്ടണമെന്നും ദർശന തീരുമാനിക്കുന്നു. അതേ സമയത്തായിരുന്നു ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ച് തന്റെ പ്രൈവറ്റ് കാര്യങ്ങളെല്ലാം ചോർന്നു പോയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു സ്കൂൾ വിദ്യാർത്ഥിനി. +2 പഠിക്കുന്ന ആ ഒരു വിദ്യാർത്ഥിനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം കണ്ടെത്തണമെന്നും ദർശന തീരുമാനിക്കുന്നു.
ലാപ്ടോപ്പിലുള്ള ആ ഒരു ആപ്ലിക്കേഷൻ വഴി ആ പെൺകുട്ടി ചാറ്റ് ചെയ്തിരിക്കുന്നത്, അവളുടെ വീഡിയോസ്, അതിന്റെ ക്യാമറ വരെ ഹാക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ പെൺകുട്ടി ഡ്രസ്സ് മാറുന്ന വീഡിയോസ് എല്ലാം തന്നെ ലീക്ക് ആവുകയാണ്. അതിൽ മനംനൊന്താണ് ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നതും. മാത്രവുമല്ല, എത്ര കുട്ടികൾക്ക് ഇതുപോലെ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അവൾ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. ആരും അറിയാതെയാണ് സിസ്റ്റത്തിൽ നിന്നും ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം എടുക്കുന്നത്. ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ മൂലം ബാധിക്കപ്പെട്ട ഒട്ടുമിക്ക കുട്ടികളും മരണപ്പെട്ടു പോയി എന്നുള്ള കാര്യം ദർശന അറിയുന്നത്. അങ്ങനെ ദർശനാണെങ്കിലോ ഈ ഒരു കാര്യങ്ങളെല്ലാം മൈക്കിളിനെ അറിയിക്കുന്നു. മൈക്കിളാണെങ്കിൽ ആദ്യം അത് കാര്യമാക്കുന്നതേയില്ല. എന്നാൽ മൈക്കിളാണെങ്കിലോ വീണ്ടും പോയി ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ദർശന പറയുന്നതെല്ലാം ശരിയാണെന്ന് മൈക്കിളിനും ബോധ്യപ്പെട്ടു. അതോടുകൂടി ദർശന ഇതെല്ലാം പോലീസിൽ അറിയിക്കണമെന്നും തീരുമാനിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം തീരുമാനിച്ചതിന്റെ അടുത്ത ദിവസമാണ് ദർശനം മരണപ്പെട്ടു പോകുന്നത്. അതും ദുരൂഹ സാഹചര്യത്തിലാണ് മരണപ്പെട്ടു പോകുന്നത്. എന്താണ് ദർശനയ്ക്ക് സംഭവിച്ചത്, ആരാണ് ഇതിന് പിന്നില് എന്നൊന്നും മൈക്കിളിന് അറിയത്തില്ല. അവൾ തന്നോട് കുറെ സത്യങ്ങളൊക്കെ ആ ഒരു കമ്പനിയെ കുറിച്ചുള്ളത് തുറന്നു പറഞ്ഞതിന് ശേഷമാണല്ലോ മരണപ്പെട്ടത്. അതുകൊണ്ട് ആ ഒരു മരണത്തിന് പിന്നിൽ കമ്പനി ആയിരിക്കുമെന്ന സംശയം മൈക്കിളിനുണ്ടാകുന്നു. അതോടെ മൈക്കിൾ കമ്പനിയിൽ ജോലിക്ക് പോകുന്നതേ അങ്ങ് നിർത്തി. തന്റെ ഭാര്യയുടെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹത എന്തെന്ന് പുറത്തു കൊണ്ടുവരണമെന്നും മൈക്കിൾ തീരുമാനിക്കുന്നു. അതേസമയം ഡാനിയൽ സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഒരുപാട് പേർ വീഡിയോ കാണുകയും ചെയ്യുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ട ശക്തി ഡാനിയലിനെ പരിചയമുള്ളത് കൊണ്ടും അവരുടെ സോഫ്റ്റ്വെയർ കമ്പനിക്ക് പ്രൊമോഷൻ ചെയ്യിപ്പിക്കാമെന്ന് കരുതി ഡാനിയലിനെ കമ്പനിയിലേക്ക് വിളിക്കുന്നു. എന്നാൽ ഡാനിയൽ ആദ്യം സോഫ്റ്റ്വെയർ കമ്പനിയെ പറ്റി നന്നായി സംസാരിക്കുമെങ്കിലും എന്നാൽ പിന്നീട് സോഫ്റ്റ്വെയർ കമ്പനി ഫ്രീ ആയി നൽകിയ ലാപ്ടോപ്പിലെ ആ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുവാനായും ആരംഭിച്ചു. അതാണെങ്കിലോ ലൈവ് ആയിരുന്നു. അതോടെ ലൈവ് കട്ട് ചെയ്യുകയും ഡാനിയലിനെ അവിടെ നിന്ന് പറഞ്ഞുവിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഡാനിയൽ ആണെങ്കിലോ തന്റെ ചാനലിലൂടെ ശക്തിയുടെ സോഫ്റ്റ്വെയർ കമ്പനിക്കെതിരായി സംസാരിക്കുവാനായും ആരംഭിച്ചു. ആ ഒരു ലാപ്ടോപ്പിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ശക്തമായി തന്നെ ഡാനിയൽ പുറത്തു പറയുകയാണ്. അതെല്ലാം കാണുന്ന ശക്തി ഡാനിയലിനെ കൊല്ലുവാനായും തീരുമാനിക്കും. ഡാനിയലിനെ ഫോളോ ചെയ്യുകയായിരുന്നു ശക്തിയും കൂട്ടരും. തന്റെ ഭാര്യയായ ആയിഷയ്ക്കൊപ്പം എയർപോർട്ടിൽ നിൽക്കുകയായിരുന്ന ഡാനിയലിനെ ശക്തിയുടെ ആളുകൾ കടത്തിക്കൊണ്ടുപോകുന്നു. ഫ്ലൈറ്റിലാണ് കൊണ്ടുപോകുന്നത്. ഒരുപാട് പേർ ഡാനിയലിനെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഒടുവിൽ ഡാനിയൽ ഫ്ലൈറ്റിൽ നിന്നും ചാടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം ഡാനിയലിന്റെ ഭാര്യയെ ആയിഷ തന്റെ ഭർത്താവിനെ കടത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുവാനായും എത്തുകയാണ്. അവിടേക്ക് എത്തുകയാണ് അഡ്വക്കേറ്റായ ലതിക. ലതിക എന്ന കഥാപാത്രമായി എത്തുന്നത് നയൻതാരയാണ്. ലതിക ഡാനിയലിന്റെ എക്സ് വൈഫ് കൂടിയാണ്. രണ്ടാമത്തെ വൈഫാണ് ഈ ആയിഷ. ആയിഷയ്ക്കടുത്ത് വരുന്ന ലതിക ആയിഷയെ സമാധാനിപ്പിക്കും. ഡാനിയലിന് ഒരു പ്രശ്നവുമില്ല, ഡാനിയൽ സേഫ് ആണെന്നും ലതിക പറയുന്നു. ഡാനിയലും ലതികയുമൊക്കെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതും. ശക്തിയുടെ കൂട്ടാളികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഡാനിയൽ ഒരു സിഗ്നൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കിട്ടുന്നത് റഹീം എന്ന ആളിനും. ആ ഒരു കഥാപാത്രമായി എത്തുന്നത് മോഹൻലാലാണ്. ഒരു കാലത്ത് റഹീമും ഡാനിയലും ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്തിരുന്നവരാണ്. ഫൈറ്റർ പൈലറ്റ് ആയിരുന്നു. എന്നാൽ ഒരു ദിവസം അപകടത്തിൽ ഒരു കാൽ നഷ്ടമായി റഹീമിന്. ഇന്ന് റഹീം ടീച്ചറായും വർക്ക് ചെയ്യുകയാണ്. പക്ഷേ സ്പൈ ആയിട്ടും റഹീം വർക്ക് ചെയ്യുന്നുണ്ട്. രഹസ്യ സിഗ്നൽ കിട്ടിയ റഹീം തന്റെ സുഹൃത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. റഹീം ഒരു സ്പൈ ആണല്ലോ. അതോടെ റഹീം ആണെങ്കിലോ കളത്തിൽ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഡാനിയലും റഹീമും ഒന്നിച്ച് പോരാടുന്ന വിവരം മൈക്കിൾ അറിയും. ഇവർ മൂന്നുപേരും ഇന്ത്യൻ ആർമിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നവരായിരുന്നല്ലോ. അതോടെ മൈക്കിളും അവർക്കൊപ്പം ചേരുന്നു. ശക്തിയെയും അവന്റെ കമ്പനിയെയും പൂട്ടുവാനായിട്ട് കൃത്യമായിട്ടുള്ള എവിഡൻസ് വേണം. അത് കളക്ട് ചെയ്യണമെന്നും അവർ മൂന്ന് പേരും തീരുമാനിക്കും. അപ്പോഴാണ് ഒരു സ്കൂൾ വിദ്യാർത്ഥിനി മരണപ്പെട്ടില്ലേ, അതേപോലെ തന്നെ ഒരു പെൺകുട്ടി കൂടി ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം അവരറിയുന്നത്. ആ പെൺകുട്ടിയെ കണ്ടെത്തുവാനായി ശ്രമിക്കുമ്പോഴാണ് ശക്തിയും ഗ്യാങ്ങും ആ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ വിവരം അറിയുന്നതും. ഡാനിയൽ തന്റെ ബുദ്ധി ഉപയോഗിച്ച് ആ പെൺകുട്ടിയുള്ള ലൊക്കേഷനും കണ്ടെത്തുന്നു. എന്നാൽ അവിടേക്ക് പോകുന്ന മൂന്ന് പേരെയും തടയുവാനായിട്ട് ശക്തിയുടെ ആളുകൾ ശ്രമിക്കുകയാണ്. ഡാനിയലും മൈക്കിളും ചേർന്ന് അവരെ തടയുകയും റഹീം പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുവാനായും പോകുന്നു. പക്ഷേ ശക്തിയുടെ ആളുകൾ റഹീമിനെ തടയുവാനായും എത്തുന്നു. വലിയ ഫൈറ്റ് തന്നെ നടക്കും. ഒടുവിൽ റഹീം അവരോട് ഒരുപാട് പോരാടി നിൽക്കുവാനായി ശ്രമിക്കുന്നു. നിർഭാഗ്യവശാൽ പെൺകുട്ടിയെ രക്ഷിക്കുവാൻ മാത്രമേ റഹീമിന് കഴിഞ്ഞുള്ളൂ. പെൺകുട്ടിയെ സേഫാക്കി ആ ഒരു ഇൻഫർമേഷൻ ഡാനിയലിന് അയച്ചതിനു ശേഷം റഹീം മരണപ്പെട്ടു പോകുന്നു. തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ മരണം ഡാനിയലിനെ ആകെ തകർത്തു. പെൺകുട്ടിയെ സേഫായി കൊണ്ടുപോവുകയാണ് ഡാനിയലും മൈക്കിളും. ശക്തിക്കെതിരായി കൃത്യമായിട്ടുള്ള എവിഡൻസ് അവർ കണ്ടെത്തിയിരുന്നു. പെൺകുട്ടിയെയും കോടതിയിൽ ഹാജരാക്കിയാലും അവർ കാശിറക്കി രക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലണമെന്നും ഡാനിയൽ തീരുമാനിക്കുന്നു. ഡാനിയൽ ആ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് രഹസ്യമായി കടന്ന് ഡാനിയൽ ആ കമ്പനി ചെയ്യുന്ന ക്രൂരതകളുടെ തെളിവുകളെല്ലാം കോപ്പി ചെയ്യുകയായിരുന്നു. അതിനുള്ള ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കുന്നത് മൈക്കിളും. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു അവിടേക്ക് ശക്തി വരുന്നത്. മൈക്കിളും ശക്തിയും തമ്മിൽ വലിയ ഫൈറ്റ് തന്നെ നടക്കും.
അതേസമയം ഡാനിയൽ ആണെങ്കിലോ കളക്ട് ചെയ്ത എവിഡൻസ് എല്ലാം ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നു. കാട്ടുതീ പോലെ ആ ഒരു ലൈവ് ടെലികാസ്റ്റ് വ്യാപിക്കുകയാണ്. ജനങ്ങളൊക്കെ ലാപ്ടോപ്പിന് പിന്നിലുള്ള ആ ഒരു ദുരൂഹതയൊക്കെ അറിയുകയാണ്. ലാപ്ടോപ്പിലൂടെ തങ്ങളുടെ രഹസ്യമെല്ലാം പുറത്താകുന്നു എന്ന് അറിഞ്ഞതോടുകൂടി ജനങ്ങളൊക്കെ ആകെ പരിഭ്രാന്തരാകുന്നു. ഒടുവിൽ ജനങ്ങളെല്ലാവരും ചേർന്ന് കമ്പനിയെ വളയുകയാണ്. അതറിയുന്ന ശക്തി മൈക്കിളുമായുള്ള ഫൈറ്റ് നിർത്തിയതിനു ശേഷം രക്ഷപ്പെടുവാനായി ശ്രമിക്കുന്നു. അതിനു മുൻപ് തന്റെ അച്ഛനെ ഫോൺ വിളിക്കുന്ന ശക്തി, നിങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെയായത്. നിങ്ങളുടെ രാഷ്ട്രീയ മോഹം കാരണം നിങ്ങൾ എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചു. എന്റെ ജീവൻ രക്ഷിച്ചവൻ എന്നെ കൊല്ലുവാനായി നിൽക്കുന്നു. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. നിങ്ങളുടെ സാമ്രാജ്യം തകരുവാനായി പോവുകയാണ്. ഇതിനേക്കാൾ നല്ലത് നിങ്ങൾ അങ്ങ് ആത്മഹത്യ ചെയ്യുകയാണെന്നും ശക്തി പറയുന്നു. അത് കേട്ടതും മിനിസ്റ്റർ ആണെങ്കിലോ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് ഷൂട്ട് ചെയ്ത് മരണപ്പെടുന്നു. അച്ഛൻ മരിച്ചല്ലോ, ഇനിയെല്ലാം അച്ഛന്റെ മേലിടാമെന്ന് ചിന്തിച്ച് ചിരിച്ചുകൊണ്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ് ശക്തി. പോകും വഴി കാർ ആക്സിഡന്റ് ആകും. എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായതെന്നാൽ നളിനിയെയും ദർശനെയും കൊലപ്പെടുത്തിയത് ശക്തിയാണ്. ഒരു തരത്തിലുള്ള സ്പ്രേ ഉണ്ട്, അതവരുടെ ദേഹത്ത് തളിച്ചതിനാലാണ് രണ്ടുപേരും മരണപ്പെട്ടു പോയത്. ഈ ഒരു കാര്യം ഫൈറ്റ് നടക്കുന്നതിനിടയിൽ മൈക്കിൾ അറിയുന്നു, അതും ശക്തി വഴി. ഫൈറ്റിനിടയിൽ മൈക്കിൾ ആ ഒരു സ്പ്രേ ശക്തിക്ക് മേൽ തളിക്കും. അങ്ങനെ കാർ ഓടിക്കുന്ന സമയത്താണ് ശക്തിയുടെ കൈ തളരുകയും അങ്ങനെയാണ് കാർ ആക്സിഡന്റ് ആയതും. അവിടേക്ക് ഡാനിയലും മൈക്കിളും ലതികയും ഒക്കെ എത്തുന്നുണ്ട്. അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ ശക്തി മരണപ്പെട്ടു പോകുന്നു. അതേസമയം ലാപ്ടോപ്പിന് പിന്നിലെ സത്യമെല്ലാം മനസ്സിലാക്കിയ ജനങ്ങൾ ലാപ്ടോപ്പെല്ലാം നട റോഡിലിട്ട് തീ വെച്ച് നശിപ്പിക്കുകയാണ്. ഡാനിയലും കൂട്ടരും അവരുടെ മിഷനൊക്കെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ആക്കി. മരണപ്പെട്ടു പോയ റഹീമിനെയും ആദരിച്ചതിനു ശേഷം തന്റെ അടുത്ത മിഷന് വേണ്ടി യാത്ര തിരിക്കുകയാണ് ഡാനിയൽ. അതോടെ സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.